എൻ്റെ പേര് മനീഷ. ഞാൻ LSR ഹോസ്പിറ്റലിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. നമ്മുടെ നാട്ടിൽ അധികം കാണപ്പെടുന്ന ഒരു അസുഖമാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം എന്ന് പറയുന്നത്. എന്താണ് സന്ധിവാതം? എന്താണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്? അത് കൂടുതലും കാണപ്പെടുന്നത് നമ്മുടെ വെയ്റ്റ് ബിയറിംഗ് ജോയിൻറ്റ്സ്, അതായത് ഹിപ്പ് ജോയിന്റ് അതുപോലെ തന്നെ നീ ജോയിന്റ്, ഈ രണ്ട് ജോയിന്റുകളാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് നമ്മുടെ കാൽമുട്ടുകളിലാണ് ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണപ്പെടുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റുകൾ നടുവിലുള്ള ഒന്നാണ് കാർട്ടിലേജ് എന്ന് പറയുന്നത്, അഥവാ തരുണാസ്ഥി എന്ന് പറയും. ഈ കാർട്ടിലേജ് നമ്മുടെ ബോണിനെയും അതുപോലെ നമ്മുടെ ജോയിന്റിനെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന് തേയ്മാനം സംഭവിക്കുമ്പോഴാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓഫ് നീ എന്ന് പറയുന്നത്. തേയ്മാനം സംഭവിച്ചതിന് ശേഷം നമ്മുടെ എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നു. കാർട്ടിലേജിന് അഥവാ തരുണാസ്ഥിക്ക് തേയ്മാനം സംഭവിച്ചതിന് ശേഷം നമ്മുടെ ആ ജോയിന്റുകൾക്ക് ഇടയിലുള്ള സ്പേസ്, ഒരു നോർമൽ സ്പേസ് ഉണ്ട്, ആ സ്പേസ് വീണ്ടും കുറഞ്ഞു വരുന്നു. അപ്പോൾ ബോണുകൾ തമ്മിൽ അടുക്കുന്നു. ഈ രണ്ട് ബോണുകൾ തമ്മിൽ അടുക്കുമ്പോഴാണ് കൂടുതൽ ആൾക്കാരെ പെയിൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാണപ്പെടുന്ന സിംറ്റംസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൂടുതൽ പറയുന്നത് മുട്ടിന് നല്ല വേദനയും അതുപോലെ തന്നെ നീർക്കെട്ടുമാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മുട്ട് മടക്കാനും മുട്ട് നിവർത്തുവാനും സ്റ്റെപ്പ് കയറുവാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടുകളാണ് പൊതുവെ പേഷ്യൻസ് കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് നീല് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് 4 സ്റ്റേജസ് ആണ്: ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4. ഈ ഗ്രേഡ് 4 എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം മുട്ട് വളഞ്ഞൊരവസ്ഥയിലാണ് നമ്മൾ കാണപ്പെടുന്നത്. അത് കുറച്ച് സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഗ്രേഡ് 4 വരുന്നത്. അപ്പോൾ ഒരു ഗ്രേഡ് 1 ഒരു 2 തന്നെ നമുക്ക് എക്സസൈസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാം. അടുത്താണ് ഇതിന്റെ റിസ്ക് ഫാക്ടേഴ്സ്. ഇത് കൂടുതലും ഒബിസിറ്റി അഥവാ അങ്ങനെ അമിത വണ്ണമുള്ളവർക്ക് ഇതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മെനോപോസ് വന്ന സ്ത്രീകളിൽ ഇത് കാണപ്പെടുന്നുണ്ട്. അതായത് ഈസ്ട്രജന്റെ അളവ് കുറയുന്നത് മൂലം അങ്ങനെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ കൂടുതലും കാണപ്പെടുന്നത് ജനറ്റിക്സ്, അതായത് നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പൂർവികർക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അഡൽട്സിൽ എന്ന് പറയുമ്പോൾ കൂടുതലും സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരിൽ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എക്സ്റേ അതുപോലെ തന്നെ MRI പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, വീട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അമിതമായി കുറേ നേരം നമ്മൾ നിൽക്കാൻ പാടില്ല. അതായത് ലോങ് ടൈം സ്റ്റാൻഡിങ്, നമുക്ക് ചിലവർക്ക് ജോലി ചെയ്യുന്ന സമയത്ത് അധികം നേരം നിൽക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യുക. അതായത് ഒരു അരമണിക്കൂർ കൂടുതൽ നിങ്ങൾക്ക് നിൽക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക, ഇരിക്കുക. അതുപോലെ തന്നെ അധിക നേരവും നമ്മൾ അതുപോലെ ഇരിക്കാനായിട്ടും പാടില്ല. അതനുസരിച്ച് എഴുന്നേറ്റ് നിൽക്കുക. ഫിസിയോതെറാപ്പിയിൽ തന്നെ നമുക്ക് കുറച്ച് വ്യായാമങ്ങളുണ്ട്. അപ്പോൾ അത് വീട്ടിൽ തന്നെ ഇരുന്ന് ഈ വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാം. ആ വ്യായാമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. ആദ്യത്തെ എക്സസൈസ്, പേഷ്യന്റ് റിലാക്സ്ഡ് ആയിട്ട് ഒരു ബെഡിൽ കിടന്നതിന് ശേഷം നമ്മളുടെ കാലിന്റെ പാദം മേലോട്ടും താഴോട്ടും ഒരു 10 തവണ വീതം ചെയ്യണം. കാല് മേലോട്ട് പോകുന്ന നേരം നമ്മുടെ കാഫ് മസിൽസ്, അതായത് താഴെ ഈ കാണുന്ന മസിൽസ് ഒരു വലിവുണ്ടാവണം. അതുപോലെ മേലോട്ടും താഴോട്ടും ഒരു 10 തവണ വീതം ചെയ്യണം. അടുത്ത രണ്ടാമത്തെ എക്സസൈസ്, മുട്ടിനടിയിൽ ഒന്നെങ്കിൽ ഇതുപോലെ ബെഡ്ഷീറ്റ് മടക്കി റോൾ ചെയ്ത് മുട്ടിനടിയിൽ വെക്കുക, ഇല്ലെങ്കിൽ ടവല് റോൾ ചെയ്താണെങ്കിലും മുട്ടിനടിയിൽ വെച്ചാൽ മതി. ഒരുപാട് ഹൈറ്റ് ആവാൻ പാടില്ല, ഏകദേശം ഈ ഒരു വലുപ്പത്തിലാവുള്ളൂ. റോൾ ചെയ്ത് മുട്ടിനടിയിൽ വെക്കുക. കറക്റ്റ് മുട്ടിനടിയിൽ തന്നെ വെക്കുക. എന്നിട്ട് മുട്ടുകൊണ്ട് താഴോട്ട് പേഷ്യന്റിനോട് അമർത്താൻ പറയുക. മുട്ട അമർത്തുന്ന സമയം കാലിന്റെ പാദം കുറച്ച് മുകളിലോട്ടായിട്ട് ഇരിക്കണം. ഈ അമർത്തി പിടിക്കുന്നത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. അതിനുശേഷം റിലാക്സ്ഡ് ആവുക. ഓക്കെ. അപ്പോൾ ഇത് ഒരു 10 തവണ വീതം ചെയ്യണം. ഒരു നേരം 10 തവണ വീതം ചെയ്യണം. 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. അടുത്ത മൂന്നാമത്തെ എക്സസൈസ്, പേഷ്യന്റ് റിലാക്സ്ഡ് ആയിട്ട് കിടക്കുക. മുട്ട് മടക്കാണ്ട് തന്നെ നമ്മൾ കാല് പൊക്കുവാണ്. അതൊരു 30 ഡിഗ്രി, അതിൽ കൂടുതൽ പൊക്കണ്ട, ഒരു 30 ഡിഗ്രി പൊക്കി പിടിക്കുക. മുട്ട് മടങ്ങാതെ പൊക്കി പിടിക്കുക. കാലിന്റെ പാദം മേളോട്ട് വെക്കുക. 1 2 3 4 5 6 7 8 9 10. താഴെ വെച്ച് റിപ്പീറ്റ് ഒരു 10 എണ്ണം വീതം ചെയ്യണം. 1 2 3 4 5 6 7 8 9 10. മുട്ട് മടങ്ങാൻ പാടില്ല, കാലിന്റെ പാദം മേളോട്ടിരിക്കണം. ഇതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതില് രണ്ട് മുട്ടിനിടയിലേക്ക് നമ്മൾ ഇതുപോലെ നേരത്തെ മടക്കി വെച്ചിരുന്ന നമ്മുടെ റോൾ ചെയ്ത് വെച്ചിരുന്ന ബെഡ്ഷീറ്റ് മുട്ടിന് നടുവിൽ വെക്കുക. എന്നിട്ട് ഈ
നടുക്ക് വെച്ചിരിക്കുന്ന ബെഡ്ഷീറ്റിലേക്ക് 2 മുട്ടുകൊണ്ടും അമർത്തി പിടിക്കാൻ പറയുക. ഈ അമർത്തി പിടിക്കുന്നത് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10. റിലാക്സ്ഡ് ആവുക. അങ്ങനെ 10 വീതം ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്ന ഈ എക്സസൈസ് എല്ലാം ഡെയിലി ഒരു 2 നേരം വീതമെങ്കിലും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അതായത് 10 വീതം 2 നേരം വീതം ചെയ്യുക. ഓരോ നേരവും 10 വീതം ചെയ്യുക. ഈ നമ്മളീ പറഞ്ഞിരുന്ന എക്സസൈസ് എല്ലാം മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള, അതായത് നമ്മുടെ കാൽമുട്ടുകളെ പിടിച്ചു നിർത്തുന്ന നമ്മുടെ മസിൽസ് പേശികളാണ്. അപ്പോൾ പേശികൾക്ക് ബലക്കുറവും ആ സമയങ്ങളിൽ ഉണ്ടാകും. അപ്പോൾ ഈ പറയുന്ന എക്സസൈസ് എല്ലാം നമ്മുടെ കാലിൻ്റെ മസിൽസ് പേശികൾക്ക് ബലം നൽകാനായിട്ടുള്ള എക്സസൈസ് ആണ്. അപ്പോൾ ഡെയിലി നിങ്ങൾ 2 നേരമെങ്കിലും ഈ എക്സസൈസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം.